അഭിമുഖം. ആകാശവാണി കവരത്തി. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ അഭിമുഖം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി അഗത്തിദ്വീപ് സ്വദേശിനിയും ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ കവരത്തിയിൽ കൗൺസിലറുമായി സേവനമനുഷ്ഠിക്കുന്ന അജ്മല തസ്നീം. മാനസികാരോഗ്യ സംരക്ഷണം, വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്തുണ, കുടുംബജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവയിൽ കൗൺസിലർമാർ സമൂഹത്തിൽ നിർവഹിക്കുന്ന പങ്ക് ഏറെ വിലപ്പെട്ടതാണ്. കൗൺസിലിംഗ് മേഖലയിലെ അനുഭവങ്ങളും സേവനങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യവും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ അജ്മല തസ്നീമുമായി നമുക്ക് പങ്കുവയ്ക്കാം. പരിപാടിയിലേക്ക് അജ്മല തസ്നീമിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു. നമസ്കാരം മാഡം. നമസ്കാരം. നമുക്കൊന്ന് പരിചയപ്പെടാം. തീർച്ചയായും. എൻ്റെ പേര് അജ്മല തസ്നീം. ഞാൻ കൗൺസിലറായിട്ട് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ കവരത്തിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പഠിച്ചത് സൈക്കോളജിയാണ്, MSc അപ്ലൈഡ് സൈക്കോളജിയാണ്. എൻ്റെ ഗ്രാജുവേഷനൊക്കെ ഞാൻ ചെയ്തത് കാലിക്കറ്റിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഓക്കെ. ഈ കൗൺസിലിംഗ് എന്ന മേഖല തിരഞ്ഞെടുക്കാൻ പ്രചോദനമായത് എന്തായിരുന്നു? അതായത് പ്രചോദനം എന്ന് പറയുമ്പോൾ എനിക്ക് സൈക്കോളജിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ ഞാൻ +1 +2 പഠിച്ചതൊക്കെ ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഫൈനൽ എക്സാമിന് മുന്നോടിയായിട്ട് നമുക്കിങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ്, അതായത് എക്സാമിനൊന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ നമുക്ക് എല്ലാ പ്രാവശ്യവും കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം +1 പഠിക്കുന്ന ടൈമിലായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ആ കിട്ടിയപ്പോൾ അപ്പോഴാണ് അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ മോട്ടിവേഷൻ തരുന്ന ആൾ അല്ലെങ്കിൽ എക്സാമിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞത്, സാർ പഠിച്ചത് സൈക്കോളജി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഓക്കെ സൈക്കോളജിനെ കുറിച്ച് കുറച്ചൊരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ ഞാൻ +1 +2 കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു കരിയർ കുറച്ചുകൂടി വേറെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോൾ ആ ഒരു തോന്നിയെന്ന് വെച്ചാൽ ഓക്കെ എനിക്ക് സൈക്കോളജി ആണ് എടുക്കേണ്ടത്, സൈക്കോളജി ആണ് എനിക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ചൂസ് ചെയ്തത് എൻ്റെ ഈ കരിയർ. അപ്പോൾ ആദ്യമായി എവിടെയായിരുന്നു ജോലി ചെയ്തത്? ഞാനിവിടെ ആയിരുന്നു പോസ്റ്റിംഗ് ഒക്കെ. ഫസ്റ്റ് ടൈമിൽ ഇവിടെ കവരത്തിയിലാണ്. എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പോൾ? ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു 2.5 കൊല്ലമായി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡാണ്. അതുകൊണ്ടാണ് ഞാൻ കരിയർ ചൂസ് ചെയ്തത് തന്നെ. ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഭയങ്കര നല്ല കുറേ എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. കുറേ പേഷ്യൻസിനൊക്കെ കാണാൻ പറ്റി. പിന്നെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട്. അവെയർനെസ് സെഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം, സ്കൂളിലൊക്കെ സെഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു എന്തായാലും ഇവിടെ ജോയിൻ ചെയ്തതും ഇവിടെ വർക്ക് ചെയ്തതും നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. അപ്പം മൊത്തത്തിലൊരു അടിപൊളിയാണല്ലേ? അതെ, തീർച്ചയായും. ഒരു കൗൺസിലറുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അതായത് കൗൺസിലറിൻ്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ പറയുമ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും നോൺ ജഡ്ജ്മെൻ്റലായിരിക്കുക. അതായത് ഒരാൾ നമ്മളടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അവരെന്തെങ്കിലും പറയുന്നുണ്ട് അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ പറയുമ്പോൾ അതിങ്ങനെയാണോ, നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവർ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് പറഞ്ഞു തരണമെന്നില്ല. അവർക്ക് ആ ഒരു നമ്മളുമായിട്ടുള്ള ആ ഒരു ഹോപ്പ് നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ആ ഒരു കാര്യമാണ്. പിന്നെന്ന് പറയുമ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി. അതായത് ഒരാൾ നമ്മളടുത്ത് ഒരു കാര്യം പറയുകയാണെങ്കിൽ അവരെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പുറത്ത് പോയി നമ്മൾ മെയിനായിട്ട് അതൊക്കെ കീപ്പ് ചെയ്യും. കോൺഫിഡൻഷ്യാലിറ്റിയും പിന്നെ നോൺ ജഡ്ജ്മെൻറ്റിലും ഇതൊക്കെ കീപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പലർക്കും പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ ഒരാളില്ല. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാവരും തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ്. എല്ലാവർക്കും ആ ഒരു ആക്റ്റീവ് ലിസണിങ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തും അവരാ ഒരു അവർക്കൊരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. എന്താണ് അവർ ഇഷ്യൂ എന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കൂടുതലും എങ്ങനത്തെ മോട്ടിവേഷനാണ് കൊടുക്കുന്നത്? അല്ല, മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എന്താണ് അവർ പ്രശ്നം. ഇപ്പോൾ നിങ്ങളിപ്പോൾ വരികയാണെങ്കിൽ ഒരു സ്ട്രെസ്സായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ മേ ബി ജോബ് സ്ട്രെസ് ആയിരിക്കും, വേറെ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ അതിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, ആ കാര്യങ്ങൾ സ്ട്രെസ്സൊക്കെ എങ്ങനെയൊക്കെ കുറക്കാൻ വേണ്ടിയുള്ള കുറേ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണുള്ളത്? നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെയധികം വേഗതയേറിയതും അതേപോലെ തന്നെ ഭയങ്കര സമ്മർദ്ദം നിറഞ്ഞതുമാണ്. ഓക്കെ, നമ്മൾ ജോലി, പഠനം, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങൾ,
അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ അതിയായ ഉപയോഗങ്ങളൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതൊക്കെ ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പണ്ടത്തേനേക്കാളും കുറച്ചുകൂടി എല്ലാവരും മെൻ്റൽ ഹെൽത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ ഇപ്പോൾ കൊടുത്ത് തുടങ്ങി. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ വന്ന ആ ഒരു ടൈമിലും ഇപ്പോൾ ടൈമിലും ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു വ്യത്യാസം. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ആൾക്കാർക്ക് ആ സ്റ്റിഗ്മ മൊത്തമായിട്ട് പോയെന്നല്ല പറയുന്നത്, പക്ഷെ എന്നാൽ കൂടിയും കുറച്ചൊക്കെ ആ ഒരു സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടാവും, ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ കാണുന്ന പലതരം ബിഹേവിയറൽ ഇഷ്യൂ, ലേണിംഗ് പ്രോബ്ലംസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവർക്കും ഒരു എന്താ പറയുക തെറ്റായ ഒരു ധാരണ ഉണ്ട്. അതായത് പ്രശ്നമുള്ള ആൾക്കാർ, അതായത് മാനസിക രോഗമുള്ള ആൾക്കാർ മാത്രമാണ് ഒരു കൗൺസിലിങ്ങിന് പോയി കാണുന്നതൊക്കെ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് പല സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ സ്ട്രെസ്സ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് എടുക്കുന്നത് തികച്ചും നല്ലതായിരിക്കും. ശരി. ഇനി ആളുകൾ സാധാരണ എന്തൊക്കെ പ്രശ്നങ്ങളുമായാണ് ഒരു കൗൺസിലറിനെ സമീപിക്കുന്നത്? അതായത് ഇപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് കണ്ടുവരുന്നത് സ്ലീപ്പ് ഇഷ്യൂസ്, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഡിപ്രഷൻ കേസ് ഉണ്ടാവും, അങ്ങനെ കുറേ ഡിസോർഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പം സൈക്കാട്രിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടും കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ കാണുന്ന കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, ഈ ബിഹേവിയറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ലേണിംഗ് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പിന്നെ അതിയായ ഫോൺ യൂസ്, പിന്നെ എന്താ പറയുക നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കുറേ സ്ട്രെസ്സുകൾ, മെയിനായിട്ട് ഈ ടെൻഷൻ, സ്ട്രെസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൊക്കെ ആൾക്കാർ നമ്മളടുത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ആളുകൾക്ക്? അതായത് ആളുകൾക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻ്റ് എന്താണ് ഇഷ്യൂ, നമ്മളത് നോക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് ഒരു ഫസ്റ്റ് ഒരു കൗൺസിലിംഗ് സെഷൻ കൊണ്ട് തന്നെ എന്താ പറയുക അയാൾക്ക് ശരിയാവുന്നു. ഒരിക്കലും അങ്ങനെയല്ല. ചിലപ്പോൾ ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ചിലർക്ക് ഒരു 7-8 സെഷൻസ് വേണ്ടി വരും, ചിലർക്ക് കുറേ ടൈം നമ്മൾക്ക് സെഷൻസ് ഇങ്ങനെ കൊടുക്കേണ്ടി വരും, അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇഷ്യൂ നമ്മൾ നോക്കും. ചിലത് നമുക്ക് കൗൺസിലിംഗ് കൂടി മാത്രം നമുക്ക് ശരിയാക്കാവുന്നതാണ്, ചിലത് തീർച്ചയായിട്ടും മെഡിക്കേഷൻ കൂടി നമുക്ക് ആവശ്യം വരും. അങ്ങനത്തെ കേസുകൾ നമ്മൾ മേലെയായിട്ട് റെഫർ ചെയ്യുന്നതായിരിക്കും. സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ വേറെ ഡോക്ടേഴ്സിനെ അടുത്ത് നമ്മൾ റെഫർ ചെയ്യും. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറ് ഫസ്റ്റ്? അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിന് എന്താണ് ഇഷ്യൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ നോക്കും. ചിലപ്പോൾ ഈ റാപ്പോ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഒരു സെഷനിൽ തന്നെ നമുക്ക് എന്താണ് കാര്യം നമുക്ക് മനസ്സിലാവണം എന്നില്ല. അപ്പോൾ എന്താ പറയുക, നമുക്ക് സെക്കൻഡ് സെക്ഷന് ചിലപ്പോൾ മനസ്സിലാവില്ല, തേർഡ് സെക്ഷന്, ചിലപ്പോൾ ഫോർത്ത് സെക്ഷനിലൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് എന്താണ് ആ ഒരു കാര്യം എന്ന് മനസ്സിലാവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള കൗൺസിലിംഗ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു ഇഷ്യൂ കുറക്കാൻ പറ്റും. ഇനി മാനസികാരോഗ്യത്തെക്കുറിച്ച് ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? അത് ഒരുപാടുണ്ട് തെറ്റിദ്ധാരണകൾ. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും അധികം ഒന്നും അറിയില്ല മെൻ്റൽ ഹെൽത്ത് എന്താണെന്ന്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന വാക്കുകളെന്ന് പറയുന്നത് ഭ്രാന്ത്, വട്ട്, അങ്ങനത്തെ ചില വാക്കുകളിലാണ് പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കടലെന്ന് പറയാം, അത്രത്തോളം ഉണ്ട് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ കുറച്ചുകൂടി അവെയറാണ്, മെൻ്റൽ ഹെൽത്ത് അവർക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കുറേ മുന്നേ വരെ ആൾക്കാരൊക്കെ എന്താ പറയുക സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകാനും പിന്നെ സൈക്കോളജിസ്റ്റ്, കൗൺസിലറിൻ്റെ അടുത്തൊക്കെ പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാർക്ക്. കുറേ ഞാൻ ഒരു കൊല്ലം മുന്നേ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നേരത്തെയുള്ള സൈക്കാട്രിസ്റ്റുള്ള ടൈമിൽ ആൾക്കാരൊക്കെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈമിലൊക്കെ ആയിരുന്നു വരുന്നത്. അപ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, രാവിലെ ഉള്ളപ്പോൾ ആൾക്കാർക്കൊക്കെ കാണുമല്ലോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്, ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട്, അതായത് 3 മണി 4 മണി ടൈമിലൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അതായത് ആൾക്കാർക്ക് ആ ഒരു പേടിയാണ്, മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് അവർ ജഡ്ജ് ചെയ്യുമോ അല്ലെങ്കിൽ ഞങ്ങളെയും ആ ഒരു കാറ്റഗറിയിൽ പെടുത്തുമോ എന്നുള്ള ഭയങ്കര പേടിയുണ്ട് ആൾക്കാർ. അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. അതായത് നമുക്ക് ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും മടിയാണ് വരാൻ വേണ്ടി. ജസ്റ്റ് ഇപ്പോൾ സ്ട്രെസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഓക്കെ ആണോ, കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് വാ, നമുക്ക് നോക്കാമെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് വരാൻ ഒരു പേടി, ആൾക്കാരൊക്കെ കാണൂല, അങ്ങനെയാണ് അവർ ചോദിക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ അവരെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യും, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാറുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മളെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് മാക്സിമം. പല ആൾക്കാർക്കും ഇന്നൊരു മടിയാണല്ലേ വരാൻ. അതെ. ഓക്കെ. ഇനി സ്ത്രീകൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
ഇപ്പോൾ സ്ത്രീകളെന്ന് പറയുന്നത് പലപ്പോഴും എന്താ പറയുക, കുടുംബം, നമ്മളെ വർക്ക്, കുട്ടികളുടെ പരിപാലനം, പിന്നെന്താ പറയുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് സ്ത്രീകൾ അല്ലേ, മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, പലപ്പോഴും സ്ത്രീകൾ നമ്മളെ കാര്യങ്ങളൊന്നും അധികം നോക്കാണ്ട് നമുക്ക് വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് അത് ചെയ്തു കൊടുക്കണം, ഇത് ചെയ്തു കൊടുക്കണം. പക്ഷെ നമുക്ക് എങ്ങനെയാണ്, ചിലപ്പോൾ പീരിയഡ് ടൈമിലായിരിക്കും, ആ ടൈമിൽ മേ ബി നമുക്കറിയാം എത്രത്തോളം മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ടൈമിലും നമുക്ക് എന്താ പറയുക, നമ്മളെ ജോബ് റോൾ, പെണ്ണുങ്ങൾ നമ്മൾ പറയുന്ന പോലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളെ നോക്കണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ മറക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഒരു പ്രാവശ്യം വന്ന കേസ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, പക്ഷെ അവർക്ക് അത് സ്ട്രെസ്സാന്ന് പോലും അവർക്ക് അറിയില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ വർക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡെയിലി ചെയ്യുന്നത്, എൻ്റെ ഡെയിലി റുട്ടീൻ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ അവർക്ക് അത് സ്ട്രെസ്സാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അത്രത്തോളം ചില കേസുകളുണ്ട്, എക്സ്ട്രീം കേസൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് സ്ത്രീകളടുത്ത് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു മെൻ്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ലീപ്പ്, ഉറക്കം, അതായത് നല്ല ഒരു സ്ലീപ്പായിരിക്കണം, ഒരു 6 to 7 hours എങ്കിലും മാക്സിമം ഉറങ്ങാൻ വേണ്ടി നോക്കുക. ഓക്കെ. പിന്നെന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ സ്ത്രീകളടുത്ത് പറയുമ്പോൾ അവർ പറയുന്നത് ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യമാണ്. പക്ഷെ അത് മാത്രമല്ല, അല്ലാണ്ടുള്ള എന്തെങ്കിലും സ്ട്രെച്ചിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു 30 minutes വാക്ക്, ഇങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി മാക്സിമം സ്ത്രീകൾ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ ആ ഒരു വീട്ടിലുള്ള ജോലി മൊത്തം പെണ്ണുങ്ങൾ മാത്രം റെസ്പോൺസിബിലിറ്റീസ് അല്ല. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നമ്മൾ പാർട്ട്ണറിൻ്റെ അടുത്ത് പറയുക, അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് ജസ്റ്റ് കാര്യം പറയുക, റെസ്റ്റ് എടുക്കുക, ഓക്കെ, കണ്ടിന്യൂ ചെയ്യുക, ഇത്ര തന്നെ. ഇനി കുടുംബജീവിതം, ജോലി, വ്യക്തിജീവിതം എന്നിവയ്ക്കിടയിൽ സാന്തുലനാവസ്ഥ നിലനിർത്താൻ സ്ത്രീകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതൊന്ന് പറയാമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി? അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒറ്റയ്ക്ക് ഏറ്റെടുക്കാണ്ടിരിക്കുക. നമുക്ക് ആവശ്യമുള്ള സമയത്ത് സഹായത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുക അവരുടെ അടുത്ത്. അതായത് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ കൂടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ഓക്കെ എനിക്കിതൊന്നും, അല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലല്ലോ, ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാക്സിമം ഇപ്പോൾ നമ്മളടുത്ത് വരുന്ന കേസൊക്കെ നോക്കുകയാണെങ്കിൽ വൈഫ് അധികം പറയാറില്ല. ചിലപ്പോൾ കേസിൽ ഹസ്ബൻഡിന് അറിയ പോലുമില്ല എത്ര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന്. നമുക്ക് ഓരോ സ്ത്രീകൾക്ക് ഇങ്ങനെ പറയാനൊക്കെ പേടിയുണ്ടാവില്ലേ, അതായിരിക്കും കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. അതെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ലൈക്ക് എന്താണ് ഞാൻ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ മാക്സിമം നമ്മളൊരു പാർട്ട്ണർ ഇരുന്നിട്ട് അവർ രണ്ടുപേരും, അതായത് കപ്പിൾസ് ഇരുന്നിട്ട് സംസാരിക്കുക. ഇനിയിപ്പോൾ ആവശ്യം വരുവാണെങ്കിൽ വീട്ടുകാരുടെ അടുത്തും കാര്യങ്ങളൊക്കെ സംസാരിക്കുക. എല്ലാ കാര്യം തുറന്നു പറയാനുള്ള ഒരു മനക്കെട്ടി ഉണ്ടാവണം അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പം അങ്ങനെയുള്ള ആ ഒരു ധൈര്യം ഇല്ല, അതാണ് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറയുക, അല്ലാതെ നമ്മൾ ദേഷ്യം കാണിച്ചിട്ടോ അങ്ങനെ പറയാനല്ല പറയുന്നത്, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി മാക്സിമം നോക്കുക. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട്, നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, ഉറക്കം റെഡി ആവുന്നില്ല, ഫുഡ് റെഡി ആവുന്നില്ല, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള ഒരു മനസ്സ് വരുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വേറെ ആരുടെ അടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൗൺസിലിങ്ങിന് വേണ്ടി വരാവുന്നതാണ്. ഓക്കെ. ഇനി കൗമാരക്കാരും യുവാക്കളും നേരിടുന്ന മാനസിക വെല്ലുവിളികളെ കുറിച്ച് താങ്കളുടെ നിരീക്ഷണം എന്താണ്, അതൊന്ന് പറയാമോ? ഇപ്പോൾ കൗമാരക്കാരെ എടുക്കുകയാണെങ്കിൽ അവർക്ക് പഠന സമ്മർദ്ദം ഉണ്ടാവും അല്ലേ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു സമയത്തുള്ള എന്ന് പറയുമ്പോൾ എല്ലാവരും പഠിക്കാൻ വേണ്ടി അവരെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ കുട്ടികൾ അവർക്ക് ഉള്ള കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. മെയിനായിട്ടുള്ളത് പഠന സമ്മർദ്ദം, അതേപോലെ ഉള്ള തൊഴിലാശങ്കകൾ ഉണ്ടാവാറുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം. ഇനി ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, അതൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാമോ? അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അമിതമായാൽ അമൃതം വിഷം എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും വരും. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് സ്ലീപ്പിലുണ്ടാവുന്ന ബുദ്ധിമുട്ട്. അതായത് നമ്മൾ ഫോൺ മാക്സിമം എന്ന് പറയുന്നത് ഒരു ഹാഫ് ആൻ അവർ, നമ്മൾ ഉറങ്ങുന്നതിന് ഹാഫ് ആൻ അവർ മുന്നേ നമ്മൾ ഫോൺ മാറ്റി വെക്കണം. ഓക്കെ. ഇനിയിപ്പോൾ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഫോണിൽ നിന്ന് ഒരു ബ്ലൂ ലൈറ്റ് വരും, അത് നമ്മളെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ഓക്കെ. അപ്പോൾ മാക്സിമം എല്ലാവരുടെ അടുത്തും പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ
മാക്സിമം ഒരു 1/2 hour മുന്നെങ്കിൽ ഫോൺ മാറ്റി വെക്കാൻ വേണ്ടി നോക്കുക. ഈ ഉറക്കത്തിന് പ്രശ്നം വരുന്നുണ്ട്. പിന്നെന്ന് പറയുമ്പോൾ ഇത് കാരണം ഉറക്ക കാരണം ഉത്കണ്ഠ വരാം. പിന്നെ ചെറിയ കുട്ടികൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ചെറിയ കുട്ടികൾ എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പോൾ എന്താ പറയുക, മാക്സിമം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 3 വയസ്സ് വരെ, അതായത് 3 വയസ്സ് വരെ എത്രത്തോളം നമുക്ക് സ്ക്രീൻ ടൈം കുറക്കാൻ പറ്റും, ഇനി 0 സ്ക്രീൻ ടൈം പറ്റുവാണെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കും. അതായത് കൂടുതലായിട്ട് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ആ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് ആ ഒരു ഇടയിലുള്ള കുട്ടികളിൽ എന്താ പറയുക ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സൊക്കെ കാണാറുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ പാരൻസ് നോക്കണം. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണും, അതായത് പാരൻസിന് എന്താ പറയുക ഒന്ന് ഫുഡ് കഴിക്കാനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുട്ടികളുടെ അടുത്ത് ഫോൺ കൊടുക്കും. അതായത് അവർ ഫോണും കൊണ്ടിരിക്കും, അതുകൊണ്ട് അവരെ പണികൾ നടക്കും. പക്ഷെ മാക്സിമം നിങ്ങൾ എന്താണ് വർക്ക് ചെയ്യുന്നത് അതിന് അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. അല്ലാണ്ട് മാക്സിമം നിങ്ങളുടെ കുട്ടികളുടെ സ്ക്രീൻ ടൈം 0 ആക്കാൻ പറ്റുകയാണെങ്കിൽ 0 ആക്കുക. അത് കുട്ടികളെ എഫക്റ്റ് ചെയ്യും. ഇനി കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോൺ മാക്സിമം മോണിറ്റർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഫോണ് എന്താ പറയുക അവരെന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് വാച്ച് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ മാക്സിമം കുട്ടികൾക്ക് ഈ റീൽസ്, ഷോർട്സ് ഇതൊക്കെ കാണിക്കാണ്ടിരിക്കുക. അതായത് ലോങ് വീഡിയോസൊക്കെ മാക്സിമം കാണാൻ നോക്കുക. അതായത് ഈ ഷോർട്സും റീൽസൊക്കെ കാണുമ്പോൾ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇനിയിപ്പോൾ ഇൻ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം നോക്കുക. അതായത് ഷോർട്സും അതേപോലെ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കാണാണ്ട് കുട്ടികൾ കുറച്ചുകൂടി ലോങ് വീഡിയോസൊക്കെ കാണിക്കാൻ നോക്കുക. അപ്പോൾ എങ്ങനെയൊക്കെ ഇങ്ങനെ ഫോൺ യൂസ് കുറയ്ക്കാൻ പറ്റും കുട്ടികളെ? ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഫോണ് നമുക്ക്, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറുപ്പം മുതലേ നമ്മൾ ഫോൺ യൂസ് ചെയ്ത് ശീലമാക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം കഴിയുന്നിടത്തോളം അവർക്ക് ആ ഒരു സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട് വരിക. പിന്നെ മാത്രമല്ലല്ലോ അവർക്ക് ഇഷ്ടമുള്ള കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും, അതെന്താണെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ പെയിൻറ്റിങ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുക്കി കൊടുക്കുക. പിന്നെ ഈവനിങ് ടൈം മാക്സിമം കുട്ടികൾ പുറത്ത് കൊണ്ടുപോയി എന്തെങ്കിലും തരത്തിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ, അതായത് ഔട്ട്ഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയൊക്കെ നോക്കുക. ഇനി മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ദിവസേന ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം നോക്കാം. സ്ലീപ്പ്, നല്ലൊരു സ്ലീപ്പ് എങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു എന്താ പറയുക മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ലീപ്പ് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ലീപ്പായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മൾ ഒരു സമയം ഫിക്സ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ 10:30 ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ എല്ലാ ഡേയ്സും, ഇനിയിപ്പോൾ സൺഡേ എന്നല്ല, എല്ലാ ദിവസവും 10:30 ആ ടൈമിലൊന്ന് ഉറങ്ങാൻ വേണ്ടി നോക്കുക. പിന്നെ എന്ന് പറയുന്നത് മാക്സിമം ഫുഡ് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അധികം എല്ലാവരും വൈകിയാണ് ഫുഡ് കഴിക്കുന്നത്. ചിലപ്പോൾ 10 മണിയാവും, 11, 12 ഒക്കെ ആവാറുണ്ട്. അപ്പോൾ മാക്സിമം നമ്മളൊരു 8 മണിക്ക് ശേഷം ഒന്നും കഴിക്കാണ്ടിരിക്കുക. ഓക്കെ, 8 മണിക്കുള്ളിൽ നമ്മൾ ഡിന്നർ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കാം മാക്സിമം. പിന്നെ ഇത് അതേപോലെ തന്നെ ഈ സ്ലീപ്പ് ഹൈജീനിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അധികം അങ്ങോട്ട് പറയുന്നില്ല. പിന്നെ പറയുമ്പോൾ നല്ലൊരു സ്ലീപ്പിന് വേണ്ടി നമുക്ക് മാക്സിമം ഈ കഫീൻ അടങ്ങിയ കാര്യങ്ങളൊക്കെ, അതായത് കോഫി കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു 6 മണിക്ക് ശേഷം കുടിക്കാണ്ടിരിക്കുക. ഓക്കെ, അതിന് മുന്നേ മാക്സിമം നമ്മൾ കുടിക്കുകയാണെങ്കിൽ അതിന് മുന്നേ കുടിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ ആ ഒരു റൂം ഉറങ്ങാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുക. ലൈക്ക് നമ്മൾ ചില ആൾക്കാരുണ്ടാവും ഫുഡ് കഴിക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് റൂം. അപ്പോൾ നമ്മുടെ ആ ബെഡും അല്ലെങ്കിൽ എപ്പോഴും ക്ലീൻ ആയിട്ട് ഉണ്ടാകുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് വെക്കുക. പിന്നെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രീൻ ടൈം, ഒരു 1/2 hour ഉറങ്ങുന്നതിന് ഒരു 1/2 hour മുന്നേ മാക്സിമം ഫോൺ മാറ്റി വെക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഡീപ് ബ്രീത്ത് എക്സസൈസ് എന്ന് പറയും. ഇത് നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ലൈക്ക് നമ്മളൊന്ന് ബെഡിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് ഡീപ് ബ്രീത്ത് എടുക്കുക. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒന്ന് എക്സെയിൽ ചെയ്യുക. ഇൻഹെയിൽ, ഹോൾഡ്, എക്സെയിൽ, ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഉറങ്ങുന്നതിന് മുന്നേ. ഇനി മോർണിംഗ് എണീറ്റിട്ട് നമുക്കിത് ചെയ്യാം. ഇനി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻറ്റ് വരുമ്പോൾ ഇത് നമുക്ക് ചെയ്തിട്ട്, ഇനിയിപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു എക്സാം ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് ഇതൊക്കെ ഒന്ന് കാം ആവാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഒരു 30 minutes ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം, എക്സസൈസ് എന്തെങ്കിലും, അതിനി വാക്കാവാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെച്ചിങ് ആവാം അല്ലെങ്കിൽ ജിമ്മിൽ പോവാം, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ എന്ന് പറയുമ്പോൾ
ഫുഡിൻ്റെ ആ ഒരു ഇത് എല്ലാ ന്യൂട്രീഷ്യൻസൊക്കെ അടങ്ങിയ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കുക. മാക്സിമം പുറത്തുനിന്നുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത്രയും നല്ല കുറക്കാൻ വേണ്ടി നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഉള്ളത്, നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത്, എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടമുള്ളത്, നമ്മുടെ എന്തൊക്കെയാണ് ഹോബീസ് ഉള്ളത്, അതൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിൽ മാതാപിതാക്കളുടെ പങ്ക് എത്രത്തോളമാണുള്ളത്? കുട്ടികളുടെ ഫസ്റ്റ് ടീച്ചറും അതേപോലെ തന്നെ പിന്തുണയും മാതാപിതാക്കളാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ കുട്ടികളുടെ ആ ഒരു ഇമോഷൻസ് ഒക്കെ എന്താണെന്ന് കേൾക്കുക. ഓക്കെ, പല കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറയാനുണ്ടാവും, അവർക്ക് ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ അറിഞ്ഞെന്ന് വരില്ല. അപ്പൊ എന്താണ് അവർ കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. അതേപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ആ ഒരു സ്നേഹവും പിന്നെ ആ ഒരു സുരക്ഷിതത്വവും നൽകുക. പിന്നെ കുട്ടികളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ ഉള്ളതുപോലെ അല്ല, അതായത് നിങ്ങൾക്കിപ്പോൾ കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ എന്തായാലും അത് വെറുതെ കുട്ടികളുടെ പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയരുത്. പല ആൾക്കാരും പറയുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ടൈം എത്തുമ്പോൾ ഒരു 11-12 വയസ്സാകുമ്പോൾ കുട്ടികളിൽ കുറേ ബിഹേവിയറൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഏജിൻ്റെ പ്രശ്നമാണ്, അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. പക്ഷെ അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ആ ഒരു പ്രശ്നത്തെ സിമ്പിളായിട്ട് വിടരുത്. ഓക്കെ, ഇപ്പോൾ ബിഹേവിയറിൽ എന്തെങ്കിലും ഭയങ്കര മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും കുട്ടികളെ നമുക്ക് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരാവുന്നതാണ്. ഇനി കുടുംബത്തിൽ തുറന്ന ആശയവിനിമയം എത്രമാത്രം പ്രധാനമാണ്? അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബ്രിഡ്ജ് ദാറ്റ് കണക്ട് ഹാർട്ട് എന്നാണ് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട്. ഇപ്പോൾ ഒരാൾ നമ്മൾ എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പിൽ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരാൾ ഭയങ്കര സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കറക്റ്റ് പറയുന്നുണ്ട്, മറ്റേ ആൾക്ക് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല ആണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ? അപ്പോൾ മാക്സിമം എന്താണ് നമുക്ക് പറയാനുള്ളത് അത് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഹസ്ബൻഡും വൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ, കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന്, അതുപോലെ ആയിരിക്കും അല്ലേ? അതെ അതെ. ഇപ്പോൾ കുടുംബത്തിൽ വലിയ ആൾക്കാർക്ക് മാത്രമല്ല കുട്ടികൾക്ക് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അതായത് നമ്മൾ ഒരു കുടുംബത്തെ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയ ഒരാൾക്ക് നമ്മുടെ ആ ഒരു അവരെ ഇമോഷൻസൊക്കെ ആ ഒരു കുടുംബത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ തന്നെ ആ ഒരു കുറേ മാനസികാരോഗ്യം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആശയവിനിമയം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഒരു വ്യക്തിക്ക് എപ്പോഴാണ് കൗൺസിലിംഗ് ആവശ്യമാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? അതായത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറേ സിംറ്റംസ് ഉണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചിലരിൽ നമുക്ക് ഭയങ്കര ദുഃഖം കാണാൻ പറ്റും, ഭയങ്കര സങ്കടമായിരിക്കും അവർക്ക്. പിന്നെ ഭയങ്കര ദേഷ്യം ഉണ്ടാവും, ഉറക്കക്കുറവ്, ചിലപ്പോൾ ഉറക്ക കൂടുതലുണ്ടാവും, പിന്നെ അപ്പറ്റൈറ്റിലുണ്ടാവുന്ന, അതായത് നമ്മുടെ ആ ഒരു ഭക്ഷണ രീതിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പിന്നെന്താ പറയുക ശ്രദ്ധക്കുറവ്, പേടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2 ആഴ്ചയിലധികം നമ്മൾ ഇവരിൽ കാണുകയാണെങ്കിൽ, ഇപ്പോൾ വീട്ടിലെ ആൾക്കാർ തന്നെ നമ്മളെ കൂടെയുള്ള ഒരാൾ, വീട്ടിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്കിപ്പോൾ ഈ പറയുന്ന എന്താ പറയുക സിംറ്റംസ്, ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ, അത് മാത്രമല്ല നമ്മൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അല്ല എന്ന് പറയുന്നത് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, നമ്മുടെ ഉറക്കിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അപ്പറ്റൈറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു എന്താ പറയുക ഡെയിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു 2 ആഴ്ചയിലധികം ഇത് നമ്മളിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പിന് വേണ്ടി നിങ്ങൾ തേടാവുന്നതാണ്. ഇനി കൗൺസിലിംഗ് തേടാൻ ആളുകൾ മടിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് പറയാമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി? അതായത് കൗൺസിലിങ്ങിന് ആൾക്കാർ വരാൻ മടിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ള തെറ്റിദ്ധാരണകളാണ്. മറ്റുള്ളവരെന്താണ് വിചാരിക്കുക, ഓക്കെ എനിക്കിങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ആ ഒരു കാര്യം, ആ ഒരു ആശങ്ക നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു കൗൺസിലിങ്ങിന് പോയാൽ ആൾക്കാർ എന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ള ആളാണല്ലോ അങ്ങനെ വിചാരിക്കും. പിന്നെ അതേപോലെ തന്നെ എന്നെ അവർ പരിഹസിക്കുമോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. പല ആൾക്കാരും പറയാറുണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് വരാൻ മടി, ആൾക്കാരെന്ത് വിചാരിക്കും, മെയിനായിട്ട് അതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ നോക്കിയിട്ടല്ല നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും അതല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു മെൻ്റൽ ഹെൽത്ത്, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു പീസ് ഓഫ് മൈൻഡ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക. ഒരിക്കലും നിങ്ങൾ വീട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടും വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ കൗൺസിലിങ്ങിന് വേണ്ടി വരിക. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് മറ്റുള്ളവർ ഇപ്പോൾ എന്ത് പറയും, ഞാനൊരു കൗൺസിലറെ കണ്ടാൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോൾ ഈ കുടുംബത്തിൽ ആരെങ്കിലും ഇപ്പോൾ ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിപ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കിട്ടുമോ? അതായത്
എല്ലാ കേസിലും അല്ല, പക്ഷെ എന്നാലും ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓൾറെഡി വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്ന് വെച്ച് നമുക്ക് അങ്ങനെ വരണമെന്നൊന്നും ഇല്ല. ഓക്കെ, അതായത് ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ വരണമെന്നും ഇല്ല അല്ലേ? ഇല്ല, എല്ലാ കേസിലും അല്ല, എന്നാലും അവിടെയും ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത് ചാൻസ് ഉണ്ട്. അതായത് നമ്മളിവിടെ അധികം ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുടുംബത്തിലൊക്കെ നമ്മൾ കല്യാണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരാൾക്കുള്ളതാണ്, അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മദറിനോ ഫാദറിനോ എന്തെങ്കിലും തരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും വരണമെന്നില്ല, ബട്ട് ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഈ മാനസികാരോഗ്യത്തിനുള്ള ചികിത്സാ രീതിയെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും. മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും മറ്റ് ശാരീരിക രോഗങ്ങളെപ്പോലെ തന്നെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് നമ്മളിവിടെ. ഏത് തരത്തിലുള്ള രോഗമാണ്, അതേപോലെ തന്നെ എത്രത്തോളം തീവ്രത ഉണ്ട് എന്ന് അനുസരിച്ചായിരിക്കും ചികിത്സ വ്യത്യസ്തപ്പെടുന്നത്. സാധാരണമായി മനോരോഗ വിദഗ്ധൻ, അതായത് ഒരു സൈക്കാട്രിസ്റ്റ് വിലയിരുത്തിയതിനു ശേഷം പിന്നെ നമുക്ക് അതിന് ആവശ്യമായ മരുന്ന് അതേപോലെ തന്നെ ചികിത്സയും ഒക്കെ കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് തന്നെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലർ നൽകുന്ന കൗൺസിലിംഗ് പോലെയുള്ള സൈക്കോതെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുടുംബത്തിന്റെ പിന്തുണ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മതിയായ ഉറക്കം, സ്ഥിരമായ വ്യായാമം, പിന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾ കുറയ്ക്കൽ, അതേപോലെ തന്നെ ലഹരി വസ്തുക്കൾ മാക്സിമം കുറക്കാൻ വേണ്ടി നോക്കുക. ഇതൊക്കെ നമുക്ക് ഒരു നല്ല രീതിക്കുള്ള മെന്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ചികിത്സ നേരത്തെ പറഞ്ഞ ഇങ്ങനത്തെ കുറേ ചികിത്സകളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമുക്ക് ഉറക്കമാണല്ലേ? അതെ, ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ എത്ര മണിക്കൂർ ഉറക്കം വേണം? ഒരു എടുക്കുകയാണെങ്കിൽ 6 to 7 hours മാക്സിമം നമ്മൾ ഉറങ്ങുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനമായി നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്? ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങളെ ഫിസിക്കൽ ഹെൽത്തിന് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുവോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് നിങ്ങൾ മെൻ്റൽ ഹെൽത്തിന് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ കുറേ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കോ നിങ്ങളെ ചുറ്റിലുള്ള ആൾക്കാരിലോ അങ്ങനെയുള്ള ലക്ഷണങ്ങളോ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ ടു ആസ്ക് ഫോർ ഹെൽപ്പ്, ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. താങ്ക് യു. ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന ആകാശവാണിയോട് എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഭിമുഖം. അഗത്തിദ്വീപ് സ്വദേശിനിയും ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ കവരത്തിയിൽ കൗൺസിലറുമായി സേവനമനുഷ്ഠിക്കുന്ന അജ്മല തസ്നിയുമായി റംസീന ബീഗം നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏവർക്കും നന്ദി, നമസ്കാരം.